എല്ലാവർക്കും നമസ്കാരം. ജെറാനാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ചില്ലി ചന ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ കറിയായിട്ടോ അല്ലെങ്കിൽ 4 മണിക്ക് ചായയ്ക്ക് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന്. അതിലേക്കായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കാബൂളി ചന, അതായത് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം 4-5 മണിക്കൂർ കുതിർത്തെടുക്കണം. ഇനി ഈ കടല ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. 4 വിസിൽ വരണം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലും 5 മിനിറ്റ് വെച്ചേക്കണം. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിരിക്കും. ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും ഉണ്ടാക്കുന്ന വിധവുമെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട് കടല. ഒരിക്കൽ മാറ്റാം. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് അല്ലെങ്കിൽ ഡ്രൈ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഈർപ്പം മുഴുവൻ മാറ്റിയെടുക്കണം. ഇതിൻ്റെ ഈർപ്പെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. ഇനി ഇത് കോൺഫ്ലവറിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. 2 കോട്ട് ചെയ്യണം. ആദ്യം 1 കോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം തെളിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിരിക്കുന്ന കടലയാണ്. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് ചെയ്താൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും, ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഒന്ന് സ്പൂണിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈനെസ് മുഴുവൻ മാറുന്നത് വരെ കോൺഫ്ലവർ ചേർത്തുകൊണ്ടേയിരിക്കണം. ലാസ്റ്റ് ഇതൊരു വെള്ള കളർ മുത്തുപോലെ തോന്നും. ആ വിധത്തിൽ അത് കോട്ടാവണം. ഇനി ഇത് നല്ല ചൂട് എണ്ണയ്ക്കകത്തിട്ട്, തിളച്ച എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറക്കണം. ക്രിസ്പി ഫോം ആവണം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം വറക്കാൻ. കടല ഇട്ടാൽ ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കണം. ഉടനെ ഇളക്കിയാൽ ചിലപ്പോൾ അതിൽ നിന്ന് ആ കോൺഫ്ലവറിൻ്റെ കോട്ട് ഇളകി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം തവിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത്
നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ക്രിസ്പി ഫോമിൽ ആയിട്ടുണ്ട്. അതാ നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കുന്നത്, ക്രഞ്ചി ആയിട്ടുണ്ട്. ഈ സൈഡ് ഇത്രയും ഇനി ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ മതി. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളി, കാപ്സിക്കം, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വിനാഗിരി ഇത്ര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. സോയാ സോസും റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെച്ചേക്കുവാണ്. അത് അല്പമായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എത്ര തിക്നെസ് വേണോ അത്രയും അതിനകത്ത് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ജെറാനാസ് കിച്ചൺ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ചന ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കടല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരിക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. Thank you. Bye bye.